ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങി ബാങ്ക് ഉദ്യോഗസ്ഥൻ മരിച്ച വാർത്ത ഇന്നലെ നമ്മളെല്ലാവരും കേട്ടത് വളരെ ഞെട്ടലോടെയാണ്. ദിവസേന നൂറുകണക്കിന് ആളുകൾ റോഡ് മുറിച്ചു കിടക്കുന്ന കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് സംവിധാനത്തിലെ പിഴവുകളാണ് സത്യത്തിൽ ഈ മനുഷ്യന്റെ ജീവിതം. തീർച്ചയായിട്ടും. എന്തായാലും പലപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കിഴക്കേക്കോട്ട തന്നെ ഒരുപാട് തിരക്കുള്ള സമയത്ത് ഈ അപകടങ്ങളും പതിവായി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. സമഗ്രമായി തന്നെ മാതൃഭൂമി ന്യൂസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. അപകട സ്ഥലത്ത് നിന്ന് ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, ഇന്നലെ വാർത്ത കൊണ്ട് ഇന്നത്തെ പത്രത്തിൽ ആ ചിത്രമടക്കമുണ്ട്. വല്ലാതെ ഞെട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ കിഴക്കേക്കോട്ട വഴി നടന്നോ സൈക്കിളിലോ സ്കൂട്ടറിലോ ഒക്കെ യാത്ര ചെയ്യുന്ന ഏതൊരു ആളുടെ മനസ്സിലും ഒരു ഭീതി ഉണ്ടാക്കുന്ന, ദൈവമേ നമ്മളും കടന്നു പോകുന്ന ആളോ ഈ വഴി എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് പേടി തോന്നുന്ന വാർത്തയും സംഭവമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കിഴക്കേക്കോട്ട എപ്പോഴും ഒരു മരണക്കോട്ടയെ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം? പലതവണ അല്ലേ അവിടെ സ്കൈ വേ ഉണ്ടാക്കുന്നു, ട്രാഫിക് കാര്യങ്ങളൊക്കെ, പല ബസ് സ്റ്റോപ്പുകളൊക്കെ പല വിധത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അപകടങ്ങൾക്ക് മാത്രം ഒരു കുറവും വരുത്താൻ നമ്മുടെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ദിവിഷേട്ട, അത് തന്നെയാണ് ഈ കിഴക്കേക്കോട്ട, ഈ കാണുന്ന ഈസ്റ്റ് ഫോർട്ട് വഴി കാൽനടക്കാരായിരുന്നാലും അതുപോലെ വാഹനങ്ങളിൽ പോകുന്നവരായിരുന്നാലും പോലും സ്വന്തം ജീവൻ പണയം വെച്ച് മാത്രമേ ഈ ഒരു വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു അപകടമല്ല, വർഷങ്ങളായി ഇവിടെ ഒരു ഇടവിട്ട് തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു, പലർക്കും ജീവൻ നഷ്ടമാകുന്നു. ഇന്നലത്തെ ഒരു സംഭവം മാത്രമല്ല, ഏകദേശം ഒരു 6 മാസം മുമ്പും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ഈ ഒരു സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായിരുന്നു. മാതാപിതാക്കളോടൊപ്പം എത്തി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പ്രൈവറ്റ് ബസ് ഇടിച്ച് അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ശക്തമായ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ ഒരു നിയമലംഘനം തന്നെയാണ് ഈ പ്രദേശത്ത് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഒരു വാഹനം പോലും കൃത്യമായി ഈ ട്രാഫിക് സിഗ്നലോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന പോലീസുകാരനോ പറയുന്നതും അനുസരിച്ചല്ല പോകുന്നത്. എല്ലാവരും നിയമങ്ങൾ ലംഘിച്ച് തന്നെയാണ് പോകുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഈ യു ടേൺ എടുത്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവർ ഈ സിഗ്നൽ കിടന്നാൽ പോലും, അതായത് ഇവിടെ യു ടേൺ പാടില്ല, തൊട്ടപ്പുറത്ത് പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ അതിലെ കൂടി മാത്രമാണ് യു ടേൺ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് യു ടേൺ എടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന സീബ്ര ലൈനുണ്ട്, ഈ കാണുന്ന സീബ്ര ലൈനിൽ കൂടി മാത്രമാണ് ഇവർക്ക് ക്രോസ് ചെയ്യാനുള്ളത്. പക്ഷേ പല വാഹനങ്ങൾ, ഈ KSRTC ബസ്സായിരുന്നാൽ പോലും ഇപ്പോൾ നിയമം ലംഘിച്ച് ഈ സീബ്ര ലൈനിന്റെ മേലിലാണ് വാഹനം നിർത്തിയിരിക്കുന്നത്, ഇരുചക്ര വാഹനം. അതായത് കാൽനട യാത്രക്കാർക്ക് ഒന്ന് നേരെ അവിടെ നിന്ന് ഈ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചാലയിലേക്കോ അല്ലെങ്കിൽ ഈസ്റ്റ് ഫോർട്ടിലെ ഡിപ്പോയിലേക്കോ ഈ ഗാന്ധി പാർക്കിലേക്കോ ഒക്കെ പോകുന്നെങ്കിൽ സ്വന്തം ജീവൻ പണയം വെച്ച് മാത്രമേ ഇവർക്ക് ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ കാണുന്നു, ഈ അമ്മ ഇപ്പോൾ ചാടുന്നത് പോലും ഒരു നിയമലംഘനമാണ്. അമ്മയ്ക്ക് ചാടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സിഗ്നൽ ഇല്ല. അല്ലെങ്കിൽ ഈ ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് സീബ്ര ലൈനുണ്ട്. ഇവരാരും ഈ സീബ്ര ലൈനോ അല്ലെങ്കിൽ ഈ നിയമങ്ങൾ, ഈ ട്രാഫിക് ലൈറ്റുകളോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന പോലീസുകാരനോ പറഞ്ഞ് കേട്ടിട്ടല്ല ഇവരാരും ഈ റോഡ് ക്രോസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, അതായത് ഈ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലേക്കും മലയോര മേഖലയിലൊക്കെ തന്നെ എല്ലാ ഡിപ്പോയിലേക്കും സർവീസുള്ള ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഈ ഡിപ്പോ എന്ന് പറയുന്നത്, ഈസ്റ്റ് ഫോർട്ടിൻ്റെ ഡിപ്പോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അധികം ആൾക്കാർ ഇവിടേക്ക് എന്നുണ്ട്. പക്ഷേ ഇത്രയും അധികം ആൾക്കാരെ, ഇത്രയും ഈ യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഡിപ്പോയിൽ ഇപ്പോഴുമില്ല. കാത്തിരിപ്പ് കേന്ദ്രം, ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് കേന്ദ്രമില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളില്ല. ഈ കാണുന്ന, അതായത് തൊട്ടപ്പുറത്തായി കാണുന്ന ഒരു ബാരിക്കേഡ് ഉണ്ട്, ആ ബാരിക്കേഡിന് അപ്പുറത്ത് മാത്രമേ KSRTCയുടെ ബസ് പോലും പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. പക്ഷേ ഈ KSRTC ബസ്സുകൾ ആ ബാരിക്കേഡ് കഴിഞ്ഞാണ് ക്രോസ് ചെയ്ത ആളുകളെ കയറ്റുന്നതിന് വേണ്ടിയും ഇറക്കുന്നതിന് വേണ്ടിയും ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആ ഒരു ഈ കാണുന്ന ഈ ഒരു ട്രാഫിക് പോലീസ് ഇവിടെ നിൽപ്പുണ്ട്. ഈ ട്രാഫിക് പോലീസിന്റെ സമീപത്തായി നമുക്കൊരു ബാരിക്കേഡ് കാണാം. ഈ ബാരിക്കേഡിന്റെ അപ്പുറത്ത് മാത്രമേ ഇവിടെ ബസ്സുകൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ KSRTC ബസ്, ഈ KSRTC സ്വിഫ്റ്റ് ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കൂ. കറക്റ്റായിട്ട് ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സീബ്ര ലൈനിന്റെ മണ്ടയിൽ ഈ മുകളിലായിട്ട് ഈ ബാരിക്കേഡിന് ഇപ്പുറത്തായിട്ടാണ് ഈ ഒരു KSRTC സ്വിഫ്റ്റ് ബസ് പോലും പാർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ പ്രൈവറ്റ് ബസ്സിനെ ഇവിടെ നിർത്തതിന് വേണ്ടിയിട്ടുള്ള അനുമതിയില്ല. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡല്ല, ഇത് KSRTC ബസ്സിന്റെ സ്റ്റാൻഡാണ്. ഈ പ്രൈവറ്റ് ബസ് പോലും നിർത്തിയിരിക്കുന്നത് ബാരിക്കേഡിന് പുറത്താണ്. അതായത് ഒരു വാഹനത്തിന്, നിയമം പാലിച്ചെത്തുന്ന ഒരു വാഹനത്തിന് ഒരു കാരണവശാലും നടന്നു പോകാൻ, ഇവിടെ ഈ ഒരു വഴി നിന്ന് കടന്നു പോകാൻ സാധിക്കത്തില്ല. അവിടുത്തെ യാത്രക്കാർ സാധാരണഗതിയിൽ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ വഴിയാത്രക്കാരും നിയമം പാലിക്കാറില്ല, നമ്മുടെ വാഹനങ്ങളും പാലിക്കാറില്ല. മൊത്തത്തിൽ അങ്ങനെ നിയമം പാലിക്കുക എന്നത് അത് പലപ്പോഴും പാലിച്ച് നമ്മൾ വണ്ടി നിർത്തിയാൽ അത് മോശമാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ശരി ജിബിൻ, അപ്പോൾ ഈ KSRTC ബസ്സാണ്, അതെ, ഇലക്ട്രിക് ലോ ഫ്ലോർ ബസ്സാണ്, അതും സീബ്ര ലൈനിലാണ് നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊന്ന് പ്രതികരണം നേടാൻ കഴിയുമോ ഡ്രൈവറോട്? അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് മാത്രം, വളരെ സുരക്ഷിതമാണെങ്കിൽ മാത്രം ജിബിൻ. ഈ ഒരു ബസ്
ദിവിഷേട്ടാ കണ്ടില്ലേ, ഇതാ ഈ ബസ്സുകളെല്ലാം ഇവിടെ നിയമം ലംഘിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ട്രാഫിക് പോലീസ് നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ ബസ്സുകളും ഓരോ വാഹനങ്ങളും പോകുന്നത്. നേരത്തെ ദിവിഷേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് സിഗ്നൽ വന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സിഗ്നൽ, അതായത് ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ അവരുടെ യഥേഷ്ടം അവർ സഞ്ചരിച്ചു പോവുകയാണ്. അത് ഈ കാത്തു നിൽക്കുന്ന ചേച്ചി, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജീവൻ പണയം വെച്ച് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇവരാരും പ്രതികരിക്കാൻ തയ്യാറല്ല. എന്തായാലും ഈ കാണുന്ന ഇത്രയും നേരം ഈ കാണുന്ന ഈ ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ട് ഇതുവഴി KSRTC ബസ്സിന് കയറി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നൽ ഇല്ല ദിവിഷേട്ടാ. കാരണം ഇത് ഇവിടെ ഒരു U-ടേൺ ഉള്ള ഒരു മേഖലയല്ല. ഇവിടെ നിന്ന് നേരെ പോയതിനു ശേഷം പഴവങ്ങാടി ചെന്നാൽ മാത്രമേ ഈ ബസ്സിന് ഇവിടെ നിയമം പാലിച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചട്ടമുള്ളൂ. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ബസ് പോലെ KSRTC ബസ് പോലെ ഇപ്പോൾ നിയമം ലംഘിച്ച് ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ KSRTCയുടെ ഭാഗത്ത് നിന്ന് കടക്കാൻ പാടില്ലാത്ത സ്ഥലത്തൂടെ KSRTC ബസ് തന്നെ U-ടേൺ അടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും KSRTC ബസ് പോകുമ്പോൾ അതിന് പിന്നാലെയുള്ള ബൈക്കുകാരും മറ്റു വാഹനക്കാരും അന്ന് പിന്നെ ഇതിലൂടെ U-ടേൺ അടിക്കാനുള്ള അവിടം വരെ പോയി ചുറ്റിക്കറങ്ങേണ്ട ആവശ്യമില്ല എന്ന് കരുതി ചെയ്യും. അത് അവിടെ ഗതാഗത കുരുക്കിന് ഇടയാക്കും. ഇത് മനസ്സിലാക്കാതെ വേറെ വണ്ടികൾ കയറി വന്നാൽ അപകടമുണ്ടാക്കാൻ കാരണമാകുന്നതൊക്കെ ശരിയാണ്. നമുക്ക് ജിബിലേക്ക് തിരികെ വരാം.